ചിലപ്പോഴൊക്കെ തോന്നും, എന്തിനാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ? നമ്മളിൽ നിന്ന് നമ്മളോടൊപ്പം വളരെ സുന്ദരമായ മുഹൂർത്തങ്ങളൊക്കെ പങ്കുവെച്ച് ഒരുപാട് ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി മറഞ്ഞിട്ടുണ്ടാവും. അവർ പോയി മറിച്ചിട്ടുണ്ടെങ്കിലും അവർ സമ്മാനിച്ച ഒരുപാട് നല്ല ഓർമ്മകൾ എന്നും അവരെ നമ്മോട് ജീവനോടെ നിലനിർത്തുന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ 91 ബാച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഒരു സഹോദരൻ മരിച്ച വാർത്തയാണ്. നാസർ എന്നാണ് പേര്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, കാരണം ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലാവില്ലല്ലോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 35ഓളം വർഷങ്ങൾക്ക് മുമ്പ് കൂടെ പഠിച്ച ആളാണ്. അപ്പം ആരാന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ ചോദിച്ചു, ആരാണ്, എന്താണ് മരണകാരണം എന്നൊക്കെ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു, നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് സോക്രട്ടീസ് എന്ന് പറഞ്ഞ നാടകത്തിൽ അതിശക്തനായ രാജാവായ ഒരു മൊഞ്ചൻ ഉണ്ടായിരുന്നല്ലോ, അവനാണെന്ന് പറഞ്ഞു. പോയക്കും എൻ്റെ മനസ്സിലേക്ക് അവനെക്കുറിച്ചുള്ള ഒരുപാട് മനോഹരമായ ഓർമ്മകൾ തിരികെ വന്നു. സോക്രട്ടീസ് എന്ന് പറയുന്ന നാടകം ഞങ്ങളുടെ ആ ഒരു ബാച്ചിൽ ഏറ്റവും ഇന്നും ഒരുപാട് മനുഷ്യ ഹൃദയങ്ങളിൽ, ഒരുപാട് എൻ്റെ സഹോദരി സഹോദരന്മാരുടെ ഹൃദയങ്ങളിൽ ജീവനോടെ നിൽക്കുന്ന ഒരു നാടകമാണ്. എൻ്റെ MJ ലൈഫിൽ ഞാൻ ഏറ്റവും ഓർക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച, ഒരുപക്ഷെ അടിമത്തത്തിനെതിരെയൊക്കെയുള്ള നമ്മുടെ ശക്തമൊരു ശബ്ദം ഉണ്ടാവാൻ പ്രേരിപ്പിച്ച നല്ലൊരു നാടകമാണ്. ആ നാടകത്തിലെ രാജാവാണ് യാത്രയായത്. തീർച്ചയായിട്ടും ജീവിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ ഇതേപോലെ ഏറ്റവും കരുത്തുറ്റനായ രാജാവിനെ പോലെ ഓർമ്മവാക്കിയാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സ്വാധീന ശക്തിയാവുന്ന എന്തുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കരുത്ത് എന്നുള്ളത്. എൻ്റെ പ്രിയ സഹോദരൻ, അവൻ പോയി മറിഞ്ഞാലും അവൻ്റെ ഓർമ്മകൾ ഞാൻ പോകുന്നതുവരെ, ഞാൻ അസ്തമിക്കുന്നതുവരെ എൻ്റെ ജീവിതമാവുന്ന സൂര്യനിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതം അസ്തമിച്ചിട്ടില്ല. ഏത് നിമിഷം വേണമെങ്കിലും അവൻ യാത്രയായ വഴികളിൽ അവനെക്കുറിച്ച് കേട്ട വാർത്ത പോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളും ഇല്ലാതാവുന്നൊരു വാർത്ത കേൾക്കുന്ന സമയം ദൂരമാണ് എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ ഫോൾട്ട്. മരിച്ചവരാരും അങ്ങനെ ചിന്തിച്ചവരല്ല, മരിക്കാനിരിക്കുന്നവരും അങ്ങനെ ചിന്തിക്കാതിരിക്കേണ്ടവരുമല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ ചിന്ത ഒരുപക്ഷെ നമ്മളെ കരുത്തുറ്റൊരു ജീവിതം നയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. നമ്മൾ കൂടെയുള്ളവരോട് നന്മ നിറഞ്ഞ വാക്കുകൾ നൽകിയും സേവനങ്ങൾ നൽകിയും സന്തോഷം നൽകിയും സേവിക്കാൻ നമ്മെ സഹായിക്കും. സമയം കരുത്തുറ്റതാക്കാൻ, ഓരോ സമയം നമ്മുടെ മുമ്പിലേക്ക് ആര് വരുമ്പോഴും അവരോട് ഏറ്റവും അർത്ഥവത്തായി ജീവിതം കാഴ്ചവെക്കാൻ നമ്മെ സഹായിക്കും. ഞങ്ങളിൽ നിന്നിവിടെ പറഞ്ഞ ഞങ്ങളുടെ പ്രിയ സഹോദരന് മരണാന്തര ജീവിതം, മരണത്തിന് ശേഷം അവൻ പിറക്കുന്നത് കാരുണ്യവാൻ്റെ സ്വർഗപ്രദേശത്താവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരുണ്യവാൻ്റെ ഭൂമിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞ അവൻ്റെ രാജാവിൻ്റെ വേഷം പോലെ ഒരു രാജാവായി വാഴാൻ കാരുണ്യവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്.